വെൽക്കം ബാക്ക് ടു യുവർ വ്ളോഗേഴ്സ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത് പിരമിഡാണ്. പിരമിഡ് അപ്പോൾ ഇതിൽ നമുക്ക് 2 ലെയേഴ്സാണ് കിട്ടുന്നത്. ഇതാണ് ഫസ്റ്റ് ലെയർ, ഇതാണ് സെക്കൻഡ് ലെയർ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷഫിൾഡ് പിരമിഡ്. നമുക്ക് ഏറ്റവും സോൾവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഏറ്റവും സൈഡിലുള്ള കോർണർ. ഈ കോർണറിനെ ശരിയാക്കണം. എന്ന് വെച്ചാൽ ഈ മഞ്ഞയും ഗ്രീനും ചുവപ്പുമായിട്ട് മാച്ച് ചെയ്യണം. മീൻസ് ഇങ്ങനെ ചെയ്താൽ മാച്ച് ആവില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് മാച്ചായി കിട്ടി. ഇതെല്ലാം നമുക്ക് മാച്ചായി കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ, ഇത് സിമ്പിളാണ്. ഇങ്ങനെ തിരിച്ചാൽ മതി. ഇതേപോലെ എല്ലാം കറക്റ്റാക്കണം. ഇതും കറക്റ്റായി, ഇതും നമുക്ക് കറക്റ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇത് ബാക്കിയുണ്ട്. ഇതും നമ്മൾ കറക്റ്റാക്കി. അപ്പോൾ എല്ലാ കോർണേഴ്സും ശരി. ഇനി നമുക്കുള്ളത് ഇതും ഈ 3 സൈഡും നമ്മൾ ഒന്നെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ, അങ്ങനെ ചെയ്യണം. എല്ലാം മാച്ച് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഗ്രീൻ എടുക്കുന്നു. ഗ്രീനിൻ്റെ ബാക്കി 2 പീസ് എവിടെയാണെന്ന് നോക്കാം. ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. ഇത് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ നമുക്ക് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇത് രണ്ടും ട്വിസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് നമുക്ക് ഒരു മാച്ച് ആയിട്ടുള്ളൊരു രൂപം നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് എല്ലാ സൈഡും ഇതേപോലെ ചെയ്യാം. എന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെ കറക്റ്റായി നിന്നിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്കിങ്ങനെ തിരിക്കുമ്പോൾ ഇതും കറക്റ്റായി, ഇതും എല്ലാം നമുക്ക് മാച്ചിങ് ആയി. ഇനി ആകെയുള്ളത് നമ്മുടെ ഈ സൈഡിലത്തെ എഡ്ജസ് ആണ്. ഈ എഡ്ജസ് ശരിയാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ 3x3 നോർമലായിട്ട് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, തേർഡ് ലെയർ അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിലത്തെ ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയറിന് വെച്ച് നോക്കാം. ഇതൊരു ഫസ്റ്റ് ലെയർ എന്ന് വിചാരിക്കാം. ഇത് ഫസ്റ്റ് ലെയർ, ഇത് സെക്കൻഡ് ലെയർ, അങ്ങനെ വിചാരിച്ച് നമ്മൾ ഇവിടുത്തെ റെഡ് ഫില്ലാക്കണം. നമ്മുടെ ഇവിടെ വേണ്ടത് റെഡും ബ്ലൂവിൻ്റെതുമാണ് ഇവിടെ വേണ്ടത്. റെഡും ബ്ലൂവും നമുക്ക് ഇവിടെയുണ്ട്. റെഡും ബ്ലൂ അത് നമ്മൾ ഈ സൈഡ് കൊണ്ടുവന്നതിന് ശേഷം മുകളിലത്തെ കളറ് റെഡാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നാൽ ഇങ്ങനെ തെറ്റ് ഇൻവെർട്ടഡ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ എവിടെ റെഡ് കാണുന്നോ തിരിച്ച് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത് മുകളിലേക്ക് ആക്കണം. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇത് ഫില്ലായി കിട്ടും. ഇനി നമുക്ക് ഉള്ളത് ഇവിടെ തന്നെ ഉണ്ട്. റെഡും ഗ്രീനുമാണ് വേണ്ടേ, അത് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഒന്ന് താഴേക്ക് എടുത്ത് തിരിച്ചിട്ട് മുകളിലേക്ക് ഇടാം. അതാണ് നമ്മുടെ ഇതിലത്തെ സ്റ്റെപ്പ്. അതുകൊണ്ട് നമ്മൾ അത് താഴേക്ക് വെച്ചു, ഇതിങ്ങോട്ട് തിരിച്ച് ഇത് മുകളിലേക്കാക്കി. ഇപ്പോൾ നമ്മുടെ ഈ പീസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ആദ്യം കറക്റ്റ് തിരിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുവരണം. അതിനായിട്ട് റെഡ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാക്കിയതിന് ശേഷം ഇത് താഴേക്ക് കൊണ്ടുപോയതിന് ശേഷം ഇങ്ങനെ മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ ഇതും കറക്റ്റായി. ഇതേപോലെ നമ്മൾ ഇതും ശരിയാക്കണം. ഇതിൻ്റെ പീസ് ഇവിടെയുണ്ട്, റെഡ് ഇവിടെയാണ്, ഈ മുകളിലത്തെ കളർ ഇവിടെയാണുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, അതുപോലെ ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റഡ് ആണ്. ഇനി നമ്മൾ ബാക്കിയുള്ളത് സെക്കൻഡ് ലെയറാണ്. സെക്കൻഡ് ലെയറിന് നമ്മുടെ ഈ കളറും ഇതെല്ലാം നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുന്നു ഫസ്റ്റ് ചെയ്തതുപോലെ. അപ്പോൾ ഇത് മാച്ചായി. ഇനി നമ്മുടെ ഈ ബാക്കി 2 പീസ്, ഈ ബാക്കി 3 പീസ് നമ്മൾ ശരിയാക്കും. ഇപ്പോൾ ഓൾറെഡി ഒന്ന് ശരിയുണ്ട്. ഇങ്ങനെ ഒന്ന് ശരിയായിട്ടുണ്ടെങ്കിൽ
ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. ശരിയില്ലെങ്കിൽ ഈ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ശരിയുണ്ടെങ്കിൽ ഈ ഒരു അൽഗോരിതം ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് സോൾവായി എന്ന് വെച്ചാൽ എല്ലാം സോൾവായി. ഇനി നമ്മുടെ ഇവിടെ 3 സോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇങ്ങനെ വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എവിടെന്നെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് കിട്ടും. കിട്ടിയില്ലെങ്കിൽ അതാ ഈ ഒരു സ്റ്റെപ്പ് തന്നെ ആദ്യം ചെയ്യണം. ഇങ്ങനെ ഒന്ന് കറക്റ്റ് ആവുന്നത് വരെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് 2 ഒരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇത് ശരിയാവും. മിനിമം 1 അല്ലെങ്കിൽ 4. പിന്നെ ഇതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 ശരിയാക്കാൻ ഈ ഒരു അൽഗോരിതം ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പിരമിഡ് ശരിയായിരിക്കുകയാണ്. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ പിരമിഡ് ക്യൂബ് ശരിയാക്കുന്നത്. എല്ലാവർക്കും ഇത് സോൾവ് ചെയ്യാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും കുറച്ച് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്പീഡിൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.